വെള്ളത്തിന്റെ വരവ് തുടങ്ങിയെങ്കിലും തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടുമൊക്കെ തുറന്നതിനാൽ കുട്ടനാട്ടിൽ നിലവിൽ പ്രളയ ഭീഷണിയില്ല. പുഴകൾ കരകവിഞ്ഞ് തലവടി, ചമ്പക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന സ്ഥലങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം പ്രധാനമായും തോട്ടപ്പള്ളി, അന്ധകാരനഴി, ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ട്, ഈ മൂന്നിടങ്ങളിലൂടെയാണ് കടലിലേക്ക് ഒഴുകി പോകുന്നത്. ഞാൻ നിൽക്കുന്നത് തോട്ടപ്പള്ളി പൊഴിയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ പൊഴി മുറിച്ചിരുന്നു. 100 മീറ്ററിലധികം പൊഴി മുറിച്ചിരുന്നു. ആ പൊഴിയിലൂടെ കടലിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 40 ഷട്ടറുകളാണ് തോട്ടപ്പള്ളി സ്പിൽവേക്കുള്ളത്. അതിൽ 39 എണ്ണവും തുറന്നിട്ടുണ്ട്. ഒരെണ്ണം സാങ്കേതിക കാരണങ്ങളാൽ തുറക്കാൻ വേണ്ടി കഴിയുന്നില്ല. തണ്ണീർമുക്കം ബണ്ടിൻ്റെ 90 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്ധകാരനഴിയിൽ 4 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. കിഴക്കൻ വെള്ളം വലിയ രീതിയിൽ കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ടെങ്കിലും ഈ പൊഴിയിലൂടെയും മറ്റും വെള്ളം കടലിലേക്ക് പോകുന്നത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ പറയുന്നത്. തവണ ഇറിഗേഷൻകാർ തക്ക സമയത്ത് തന്നെ മുഴുവൻ ഷട്ടർ പൊക്കി, അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പൊക്കാവുന്നിടത്തോടെ മാക്സിമം പൊക്കി, പിന്നെ നല്ലതുപോലെ വേഗത്തിൽ ഒഴുകുന്നുണ്ട്. പമ്പയും അച്ചൻകോവിലാറുമൊക്കെ കര കവിഞ്ഞതിനെ തുടർന്ന് തലവടി, ചമ്പക്കുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 3 താലൂക്കുകളിലായി നിലവിൽ 10-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.